ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരത്തെ ചില കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ വൈകുന്നേരം നമുക്ക് ചായക്ക് കടി എന്ന് പറയുന്നത് അമ്മായി കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ. നല്ല കുവ വിരകിയതായിരുന്നു. അപ്പോൾ കുവയും പിന്നെ നമ്മളെന്താ കട്ടൻ ചായയും കൂടിയും കുടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിക്കാണ്ട് വന്നതാണ് കേട്ടോ. നല്ല ആസ്വദിച്ചൊന്നും കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ മുഖത്ത് ഭയങ്കര വെയിലടിക്കൽ. അപ്പോൾ അവിടെ നിന്ന് നീച്ചിട്ട് ക്യാമറയ്ക്ക് ഒന്നും കൂടി ഒന്നും സെറ്റാക്കിയിട്ട് അവിടെ ഉണ്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിന്നോട്ടി ഉണ്ടായിരുന്നു അവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് കോരി കൊടുത്തു. പിന്നെ വലിയൊരു താല്പര്യം എന്ന് പറയാൻ ഇല്ല കേട്ടോ. നമുക്കിത് പിന്നെ ചെറുപ്പത്തിൽ തന്നെയൊക്കെ കഴിച്ചൊക്കെ ശീലമായതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ധനുമാസമായി കഴിഞ്ഞാൽ തൊടിയിലുള്ള കൂവയൊക്കെ ഇങ്ങോട്ട് പറിക്കുക, നീലക്കൂവല്ലേ നാടൻ കൂവ, എന്നിട്ട് അത് അരച്ച് പിഴിഞ്ഞ് പണിയെടുത്ത് അതിൻ്റെ ഒരു കട്ടുണ്ട്. ഒരു ദിവസം അത് കട്ട് കളയാനുള്ള ക്ഷമയൊന്നും നമുക്ക് ഉണ്ടായില്ല കേട്ടോ. ഞാനും അനിയനും കൂടിയാണ്ട് വിരകൽ തുടങ്ങി. അങ്ങനെ പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു സങ്കടമായി അത്. ചിന്നൊട്ടിക്കും കൂടി ഒന്നത് കോരി കൊടുക്കുകയാണ് കേട്ടോ. ഒരു 2-3 സ്പൂണൊക്കെ കഴിച്ചിട്ടുള്ളൂ. മുഖത്തത് ആ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലോ, വലിയൊരു രുചി തോന്നിയിട്ടില്ല എന്ന്. പിന്നെ അതിൻ്റെ തേങ്ങാപ്പൂളൊക്കെ കൊത്തിയിട്ടിട്ട് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ചിന്നൊട്ടിക്ക് അത് അത്രയുണ്ട് ഇഷ്ടമായിട്ടില്ല. എന്നാലും അവൾ ആ തേങ്ങാപ്പൂളൊക്കെ ഒന്ന് അങ്ങനെ കൊത്തിപ്പറക്കി തിന്ന് അവൾ നീച്ചായി. ഇനി നമുക്കിത് തൊടിയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. നമ്മളെ മൂച്ചിയാണ്, വലിയൊരു മൂച്ചിയായിട്ടുണ്ട്. നമ്മളെ കഴിക്കാൻ മാത്രമുള്ള വലിപ്പമൊക്കെ ആയിട്ടുണ്ട് മാവ്. പക്ഷേ ഇതുമൊക്കെ തിരക്ക് നല്ലതാ, കായൊന്നും ഉണ്ടാവണില്ല കേട്ടോ. ഈ മാവിന് ഒരു കഥ പറയാനുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ വണ്ടിക്കാരെടുത്തുനിന്ന് വാങ്ങിയൊരു മൂച്ചിയായിരുന്നത്. അപ്പോൾ നമ്മളെ റോട്ടിൽ കൂടെ പോകുമല്ലോ വണ്ടിക്കാർ, അങ്ങനെ അവരെടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന മൂച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ മൂച്ചീൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ് അന്ന് ഒരു വില പറഞ്ഞത്. അപ്പോൾ ആണെങ്കിൽ എൻ്റെ കയ്യിൽ 500 രൂപ കൊടുക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മളെ കുട്ടികളെടുത്ത് ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞു, അമ്മോ എടിയൊരു നമുക്കൊരു മൂച്ചി വാങ്ങാം, നിങ്ങളുടെ പൈസ കൊണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര പിശുക്കത്തരാണ്. കുട്ടികളല്ലേ, അതിലൊരു കൂട്ടി വെച്ചത് ഓരെന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ഒരു വീര്യം കാട്ടൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, മൂച്ചി വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങണ്ടായി കണക്ക് ഞാൻ തരുവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കുട്ടി പോയിട്ട് 500 രൂപ എടുത്തു. മൂച്ചിമത്തെ മാങ്ങ കിട്ടൂലല്ലോ അല്ലെങ്കിൽ. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്ന മാവായിരുന്നു കേട്ടോ അത്. പക്ഷേ അതുമ്മ ഇതുവരെ കായ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 10 വർഷമായി ഉണ്ടാവും. 10 ആയിട്ടില്ല, 8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ആ മാവ് അവിടെ കുഴിച്ചിട്ടിട്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മാവായെങ്കിലും കൂട്ടിയിട്ട് ഇതുവരെയും ഒരു പൂ പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് കഥ. പിന്നെന്താ, മോതിരവള ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മൂച്ചിമ്മയ്ക്ക് കത്തിയും കൊണ്ട് ചെല്ലുക, മൂച്ചീനെ പേടിപ്പിക്കുക, എന്നാലൊക്കെ കായ്ക്കും എന്നൊക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട്. നമ്മളേതായാലും അതിൻ്റെ ചുവട്ട് ചെന്നിട്ട് എല്ലാ ദിവസം എന്ന് പറഞ്ഞ മാതിരിക്ക് മൂച്ചീനെ നല്ല രീതിയിൽ തന്നെ വരട്ടണുണ്ട്. അതൊന്നും നമ്മളെ മൂച്ചിക്കണ്ട് ഏൽക്കണില്ല മക്കളെ. അപ്പോൾ അതാ നമ്മളെ കൂട്ടും വർത്താനൊക്കെ പറഞ്ഞതിനിടെ കൂടെ ഞാൻ കുറച്ച് ഓലക്കൂടി ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ഓലയുടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെയിൽ ഇങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തൊടിക്ക് കയറിയാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് കിട്ടി, വൈകുന്നേരം ആകുമ്പോൾ ആ ഓലയൊക്കെ ഒന്നുകൂടെ വെട്ടിരിയാണ് കേട്ടോ. നമുക്ക് തീ പിടിപ്പിക്കണമെങ്കിൽ ഇത്തിരി ഓലക്കൂടി ഇല്ലെങ്കിൽ പറ്റൂലേ. പിന്നെ നമ്മൾ ഓലക്കൊടീൻ്റെ ആവശ്യത്തിന് നമുക്ക് 2 തെങ്ങന്നെ ഉള്ളൂ കേട്ടോ. ആ 2 തെങ്ങുമത്തെ ഓല മുഴുവൻ ഞാൻ ഓലക്കൊടി ആക്കിയാണ്ട് ഇങ്ങനെ സൂക്ഷിക്കും. ഒരു കൊല്ലത്തിനുള്ള ഓലയൊക്കെ നമ്മളെ തെങ്ങന്നെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് വീഴുമ്പോഴേക്കാണ് അങ്ങനെ വെട്ടിരിഞ്ഞ് എടുത്തേക്കണം. കുറച്ച് ദിവസം അത് ആ തൊടിയിൽ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ നുരുമ്പി നാശമാവും. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് കെട്ടി ഒതുക്കി അവിടെ വെച്ചിട്ടുണ്ട്. മടലൊക്കെ ഒന്നാണ്ട് നല്ല പച്ചമടലായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്നാണ്ട് കീറി പൊളിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാക്കണം, നമ്മളെ റിച്ചുമോനും എത്തിയിട്ടുണ്ട്. ഓന് പുറത്ത് പണിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. മഞ്ഞൾ ഇട്ടോ നോക്കാം, മഞ്ഞൾ പറിക്കാൻ. അത് വലിയമ്മ പറിച്ചതാണേ. അതെന്തിനാ പറ്റാ അറിയോ? അത് നമുക്ക് പൊടിച്ചിട്ട് ചിക്കൻ കറിയിലിടണം. നമ്മള് കടയിൽ നിന്ന് മേടിക്കും. അതിന് മേടിക്കാൻ പോകുമ്പോ പറയണ്ട് മേടിക്കുമ്പോ നമ്മളെ മൂച്ചിയുടെ വലിപ്പം കണ്ടോ. അവിടുത്തുള്ള ആള് വന്നിട്ടില്ല. നമുക്ക് ഈ മഞ്ഞൾ പൊടിച്ചിട്ട് ചിക്കൻ കറി വെക്കണം കേട്ടോ. ചിക്കൻ കഴിക്കുക. എന്റെ വീട്ടിലെ ചിക്കന്റെ പൊടി ഉണ്ട്. ചിക്കൻ മസാലയോ? അത് പൊടി മാത്രം ഉണ്ട്. അയ്യോ പാവം ചിക്കൻ ഇല്ല അല്ലേ. ചിക്കൻ എന്റെ വീട്ടിൽ കൊണ്ട് അതിനടുത്ത് തന്നെ കേൾക്കുക.
അപ്പോൾ അതാട്ടോ നമ്മൾ കുറച്ച് മഞ്ഞൾ പറിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഒലക്കൊടിച്ചൂട്ടൊക്കെ നമ്മളെ മുറ്റത്തേക്കാണ്ട് എടുത്ത് വെക്കട്ടെ കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതൊക്കെ ഞന്നത് വീട്ടിലേക്ക് എത്തിക്കട്ടെ. പിന്നെ നമ്മളെ പൈപ്പിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. 5 ദിവസം കൂടുമ്പോൾ നമ്മളെ പൈപ്പിൽ വെള്ളം വരുള്ളൂ. അപ്പോൾ അതാ കുറച്ച് പയറൊക്കെ ഞാനിവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുളച്ചിപ്പോൾ ഈ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ എന്നും നനച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ റിച്ച് മോനാണ് കേട്ടോ നനച്ച് കൊടുക്കുന്നത്. എന്നെ നനയ്ക്കാൻ അയക്കാതെ അവനാണ് നനച്ച് കൊടുക്കണേ. ഇത് ചോട്ടിക്ക് ചെടീൻ്റെ ചോട്ടിക്ക് ആക്കുക. പച്ച കളർ ചെടിയുണ്ട്. എന്താ സാധനം എന്നറിയോ? അത് പയറാണ് കേട്ടോ. പയറ് ചെടിയാണ് കേട്ടോ. നമുക്ക് വലുതായിട്ട് പയർ ഇറക്കണം കേട്ടോ. അത് പശുവിൻ്റെ പുല്ലല്ല കേട്ടോ. അതിൻ്റെ പേടിക്ക് ഈ തെങ്ങിന് ഈ തെങ്ങിന് എങ്ങനെ എന്തിനാ നനക്കണേ? വെടി വെക്കാതെ എങ്ങനെ വെടിയൊക്കെയേ വേണ്ട. നമുക്ക് എന്താ തരിക? തെങ്ങ് നമുക്ക് എന്താ തരിക? തേങ്ങ തരുവോ? മാവ് നമുക്ക് എന്താ തരിക? മൂച്ചിമാവ്. ഏതാ മൂച്ചിയുള്ള മാവ്, അച്ഛമ്മ നനക്കണ മാവ്, നമുക്ക് എന്താ തരിക? മുളകോ? അമ്മേ. പ്ലാവ് നമുക്ക് എന്താ തരിക? ചക്ക. ആണോ? അപ്പൊ നമുക്ക് മാങ്ങ തരുന്ന മരം എന്താ? മാങ്ങ തരുന്ന മരത്തിന്റെ പേരെന്താ? അതെ, അതിന്റെ പേരെന്താ? ക്ലാക്കിയോ? ക്ലാക്ലിയോ? മതി 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 മതി. അപ്പൊ അവിടെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ വെടിയൊക്കെയാട്ടോ കഴിയാനായിട്ടുണ്ട് തോന്നുന്നു. എവിടെ കാണുന്നില്ല. അതോ ഇതിലയച്ചു. അത് അവിടെ എത്തും ചെയ്താലെത്തൊക്കെ ചെയ്യും. എല്ലാ രഫിലുണ്ട്. സൂപ്പറായോ? കുട്ടി കൊഴിഞ്ഞോ? കഴിച്ച നല്ലോണം. പക്ഷെ ഇതെന്താ സംസാരിച്ച് കേൾക്കേ. ചെരുപ്പ് തൂട്ടെ. ഉള്ളു കുത്തൂലേ? ഞാൻ പോവാട്ടോ, എന്റെ വീട്ടിക്ക് പോവാട്ടോ. എന്റെ വീട്ടിക്ക് പോവാണെങ്കിൽ പോരണോ? എന്നാ പോരെ. അപ്പോൾ നമ്മളെ റിച്ചുവിൻ്റെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം പോണത് അറിയേ ചെയ്യൂല കേട്ടോ. ഓൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ അവിടുത്തെ തൊഴിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണ മുറ്റാകെ പരന്ന് കിടക്കുകയാണ്. നമ്മളെ പ്ലാവിലയും നമ്മളെ എന്താ പറയുക റബ്ബറും ഒക്കെ ഉണ്ട്. റബ്ബറൊക്കെ ഏകദേശം ഇപ്പോൾ കൊഴിച്ചിലൊക്കെ കഴിഞ്ഞ് പുതിയ തളിരയിലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴിയലോട് കൂടിയിട്ട് നമ്മളെ പ്ലാവാണ് ഇപ്പോൾ പണി തന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാവിലൊക്കെ കുഴിയൽ തുടങ്ങി. ഇനി നമുക്ക് നമ്മളെ നിലവിളക്കൊക്കെ ഒന്നാണ്ട് കഴുകുക കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ വിമ്മിട്ടിട്ടാണ് ഇന്ന് കഴുകണത്. പിന്നെ ഈ വിമ്മൽ ഒത്തിരി ചെറുനാരങ്ങ നീരും കൂടി കൂട്ടിയിട്ടാണ് കഴുകുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ അത് ഇട്ടിട്ടില്ല. പെട്ടെന്ന് അതിൻ്റെ അഴുക്കൊക്കെ നീങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, വിമ്മാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നല്ലൊരു സ്ക്രബ്ബറും കൂടി ഉണ്ട് വെച്ചെങ്കിൽ ഉഷാറാവും പരിപാടി. അപ്പോൾ അതാക്കണോ ഇനിയിപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ പിന്നെ വിളക്ക് വയ്ക്കാനുള്ള സമയമായി കേട്ടോ. വിളക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ നമ്മളെ
നമ്മളെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ള രീതിയിലുള്ള നല്ല ഞെട്ടോട് കൂട്ടിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങപ്രായമൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം, എന്നാലും അതിൻ്റെ ഉള്ളത്തെ അണ്ടി കൂട് കൂട്ടിയിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കടുമാങ്ങ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ചീനച്ചട്ടിക്കാണ് ചെരിഞ്ഞിട്ടുണ്ട്. 2 കിലോ 100 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കട്ടെ. ഇനി ഒക്കെ ഒന്ന് നല്ലോണം ഉപ്പിലിട്ടണ്ട് വെച്ച് കഴിഞ്ഞാലേ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കടുമാങ്ങ അല്ലെങ്കിൽ ഉലുവ മാങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാനൊരു തോർത്തും കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നനവൊക്കെ നന്നായിട്ട് തന്നെ ഒന്നോട് തുടച്ച് എടുക്കുകയാണ്. പിന്നെ ഞെട്ടിയൊക്കെ ഒന്നാണ്ട് കളയുന്നുണ്ട് കേട്ടോ. കഴിയുന്നതും ഞെട്ടി നമ്മൾ കുപ്പിക്ക് ഇടുന്ന സമയത്തേ കളയാൻ പറ്റുള്ളൂ. അതിൻ്റെ ആ കറണ്ടല്ലോ നമ്മൾ ഉപ്പ് ഇടുന്ന സമയത്ത് ഭരണിയിൽ ചേർക്കാൻ രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഇതാക്കണം, നല്ലോണം ഒന്നാണ്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു ഈർപ്പം പോലും മൈമ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ പൂപ്പും കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ വളരെ വൃത്തിയിൽ സാവകാശം ചെയ്യേണ്ട ഒരു പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഞാനൊരു കുപ്പിയിലേക്ക് ആദ്യം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാക്കണം ഞെട്ടിയിട്ട് പൊട്ടിക്കുമ്പോഴത്തെ കറണ്ടല്ലോ അത് നമ്മളെ പാത്രത്തിലാവുന്ന രീതിയിൽ കറിയോട് കൂടിയ മാങ്ങേനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കറ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മാങ്ങ പെട്ടെന്ന് നാശാവില്ല എന്ന് പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാകും. പിന്നെ നമ്മൾ ആദ്യം മാങ്ങിടുക, അതിൻ്റെ മുകളിൽ ഉപ്പിടുക എന്ന പരുവത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ടല്ലോ, നമ്മൾ ഉപ്പ് അരിയുമ്പോൾ അതിന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ അവിടെ കലർത്തി ഉപ്പ് മാങ്ങ എന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാൻ മറന്നിട്ടാണ് പോണത്. നമ്മളെ വീഡിയോസിന് കുറേ ലൈക്കിൻ്റെ കുറവ് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കേട്ടോ നമ്മളെ മാങ്ങ മുഴുവൻ നമ്മൾ കുപ്പിയിലിട്ട് വെച്ചിട്ട് നമ്മളെ കുപ്പീൻ്റെ പകുതി ആയിട്ടുള്ളൂ. ഇനി ഇതൊക്കെ ഉപ്പിലൊക്കെ കിടന്ന് ഒരു 8-10 ദിവസത്തിന് ശേഷം നമ്മൾ വിറ്റുള്ള കൂട്ടൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും മാങ്ങ പകുതിയാവും കേട്ടോ. ഉപ്പിലൊക്കെ കിടന്നിട്ട് മാങ്ങ ഒരു പിന്നെ പച്ചങ്ങണ്ട് ചുക്ക് പോലെയാവും. അപ്പോൾ കുറയും അത് സംഭവം. ഉപ്പിന്നുള്ള വെള്ളം ഉണ്ടാവും ചെയ്യും, മാങ്ങ കൊണ്ട് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഈ കുപ്പിയൊക്കെ നല്ലോണം നടച്ച് വെച്ചിട്ട് ഒരു ഭാഗത്തേക്കാണ്ട് വെക്കട്ടെ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കാണാതെ എടുത്തേക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയും പിന്നെ എന്താ പറയുക നെല്ലിക്ക ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതിന് ഞാൻ കാണാതെ ഒരു ഭാഗത്തെടുത്തേക്കും. ദൈവമേ മസാല കൂട്ടുണ്ടായാൽ മതിയായിരുന്നേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ എടുത്ത് വെക്കുന്നത്. പിന്നെ നല്ലൊരു പൊട്ടണ കുപ്പിയെ വാങ്ങണമെന്ന് വെച്ചെങ്കിൽ ധൈര്യമില്ല മക്കളെ. ഇവരൊക്കെയാണ് ആൾക്കാർ. ഇങ്ങോട്ട് ഒന്ന് നോക്കി. എൻ്റെ ഫോൺ എപ്പോഴാണ് എടുത്ത് വീണത്? വീണ്ടും പൊട്ടിയിട്ടുണ്ടല്ലോ. സത്യം ഞാനല്ല. എന്താ ചിന്ത തല തൊട്ട് സത്യം ചെയ്യാത്ത എൻ്റെ അടുത്ത് വീണ്ടുണ്ടാവും. അത്ര വിശ്വാസമില്ല. അങ്ങനെ വേണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മേനോടുള്ള സ്നേഹം കാരണം ചിലപ്പോ സത്യം പറഞ്ഞാലോ. ഫോണ് എന്തായാലും ചില്ല് പൊട്ടിയിട്ടുണ്ട്. സംഭവം എന്താ? അപ്പോൾ ഫോണിൻ്റെ മുകളിലുള്ള ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറ്റാന്വേഷണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഒരു ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് പോയിട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. എടുക്കുന്നതൊക്കെ ഷാളും പാൻറ്റൊക്കെ കിട്ടുന്നത്. ഹോക്കും ഷാളാണ്. പിന്നെ ഇതിൽ ഒരു ചുരിദാറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതുണ്ടോ ഒരു ചന്ദന കളറിലുള്ള ചുരിദാർ. അപ്പോൾ ഇതിപ്പോൾ എടുക്കുക കാണിച്ചു തരാൻ കാരണം അപ്പം ഇനി ഇത് ഒന്ന് ഷേപ്പാക്കണം കേട്ടോ. നമ്മളെ മെഷീനിലിട്ടിട്ടൊന്ന് ഷേപ്പ് കണ്ടില്ലേ ശരിക്ക്. ഇതാ ഇതിൻ്റെ ഇവിടെയൊക്കെ വർക്ക് വന്നിട്ടുണ്ട്. സ്റ്റോൺ വർക്കല്ല കേട്ടോ, എന്താണ് നൂലൊക്കെ ഉള്ള ഭംഗിയുണ്ട് കാണാം. എനിക്കിഷ്ടമായിട്ടോ ഈ കളർ. നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു വൃത്തിയുള്ള വേഷമായിക്കോട്ടെ. ഈ സെറ്റ് സാരിയൊക്കെ എടുക്കൽ രാവിലെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലൈറ്റ് കളറിലിരിക്കട്ടെ എന്ന്. പിന്നെ ഒന്നിതാണ് കേട്ടോ, ഇതൊരു മുന്തിരി കളർ. അപ്പോൾ ഗൈസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി ഈ മുന്തിരി കളറിൻ്റെ ഷാളിൽ സൈഡിലൊക്കെ നല്ലൊരു ലേസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല ഭാഗം ഏതാ? ഇതായിരിക്കും നല്ലത്. മാക്സിൻ്റെ ഒക്കെ കളർ തന്നെ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഷേപ്പാക്കട്ടെ. അടുത്ത പണി അതാണ്.
പിന്നെ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മെഷീൻമേ ഒന്നുകൊണ്ട് സൈഡ് കൂട്ടാനും പിടിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കണു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ മക്കൾക്കൊക്കെ വീഡിയോൻ്റെ മുന്നിൽ വരാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പോവുകയാണ്. പിന്നെ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഒരു 7:30-8 മണീൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ ഫുഡടി കഴിയും. കാര്യം പിന്നെ പഠിക്കാനുള്ളവർക്ക് പഠിക്കുക, പിന്നെ ഒക്കെയാണെങ്കിൽ വല്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.